നമസ്കാരം, ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. അദാനി MSCക്ക് വിഴിഞ്ഞം വിറ്റു, സെബിയെ അതറിയിച്ചു. പിണറായി ആ സത്യം വിളിച്ചു പറഞ്ഞു, രേഖകൾ സഹിതം. VD സതീശൻ മാത്രം അതറിഞ്ഞില്ലേ? പിണറായിയുടെ ഒറ്റ ചോദ്യത്തിലെല്ലാം ഉണ്ട്. അദാനിക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം? സതീശനെ പോക്കറ്റിലിട്ടാണോ അദാനിയുടെ കള്ളക്കച്ചവടം? കേരളത്തിന് അതറിയാൻ അവകാശമില്ലേ? ഇങ്ങനെ ഒരു വിസ്മയത്തെ അദാനി ചുമന്നോട്ടെ, കേരളം ചുമക്കണോ? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. VD അറിഞ്ഞുള്ള വിൽപ്പനയോ? സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം, അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു മാറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ അദാനി ഗ്രൂപ്പ് അടക്കം സമ്മതിച്ച രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതുണ്ട്. അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന നില ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് റോണി K ബേബി MLA, BJP-യിൽ നിന്ന് S നന്ദു, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതിയുടെ പ്രതിനിധി ഏലിയാസ് ജോൺ എന്നിവർ ബിഗ് ഡയലോഗിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ PK ഗോപൻ, കേരളം പ്രതിപക്ഷ നേതാവിനോട്, സത്യം വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? കള്ളവും അർദ്ധസത്യവും പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് ബാധ്യതയായിരിക്കുകയാണോ? ശ്രീ വേണു, നമുക്ക് ഇന്നലെ ഉണ്ടായ കാര്യം, പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം സഭയിൽ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞില്ല, ഗവൺമെൻറ് അറിഞ്ഞില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇക്കാര്യം വളരെ സമാധാനത്തോടുകൂടി അംഗീകരിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ സതുദ്ദേശത്തോടു കൂടി അതിനെ സമീപിച്ചപ്പോൾ പിന്നീട് വന്ന വാർത്തകൾ എന്താ മനസ്സിലാക്കേണ്ടുന്നത്? നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കാത്ത വിധത്തിലുള്ള ഭീകരമായ ഒരു കച്ചവടം അതിൻ്റെ പിറകിൽ നടന്നിരിക്കുകയാണ്. കാരണം ഇത് കൊടുത്തിരിക്കുന്നത് അദാനിയുടെ ഷെയറാണ്. അത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഷെയർ 49% ഇപ്പോൾ ഷെയർ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് തുല്യമായ ഷെയർ കൊടുത്തു കഴിഞ്ഞു. ഈ തുല്യമായ ഷെയർ കൊടുക്കുമ്പോൾ അദാനിയുടെ അവിടുത്തെ മുതൽ മുടക്ക് 2500 കോടിയിൽ താഴെയാണ്. കൃത്യമായി പറഞ്ഞാൽ 2497 കോടി മാത്രമാണ്. സംസ്ഥാന ഗവൺമെൻറ് 5000-ലധികം കോടി രൂപ അതിൽ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രം മുടക്കിയ അദാനിക്ക് 13200 കോടി രൂപ കിട്ടിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റമായ കേരളത്തിൻ്റെ ഒരു സൗഭാഗ്യത്തെ അദാനി മുതലെടുത്തിരിക്കുകയാണ്. എന്താണ് ആ സൗഭാഗ്യമെന്ന് നമുക്കറിയാം. ത്രിവേണി സംഗമത്തോട് ചേർന്നാണ് വിഴിഞ്ഞം തുറമുഖം. അന്താരാഷ്ട്ര കപ്പൽ ചാലിനടുത്തുള്ള തുറമുഖം, ലോകത്തെല്ലാവരെയും ആകർഷിക്കുന്ന തുറമുഖം. ആ തുറമുഖം LDF-ൻ്റെ കാലത്ത്, VS-ൻ്റെ കാലത്ത് ആലോചിച്ചത്, ചർച്ച ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിക്കുക, അതിനുശേഷം അത് ഒരു വർഷം 1% ലാഭം വിധത്തിൽ 40 വർഷം കൊണ്ട് 40% നേടിയെടുക്കുക എന്നൊക്കെയുള്ള ചർച്ച നടന്നു. അവസാനം സംസ്ഥാന ഗവൺമെൻറ് എത്തിയത് അത് നിർമ്മിച്ചിട്ട് ഒരു ഏജൻസിക്ക് കൊടുക്കുക. കാരണം നടത്തിപ്പ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പരിധിയിൽ നിൽക്കില്ല. അതെന്തുകൊണ്ടെന്നാൽ ഒരു അന്താരാഷ്ട്ര കാര്യമാണത്. നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമായിട്ട് അത് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസം വരും. മാത്രമല്ല ധാരാളം മുതൽ മുടക്കം പിന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുക, കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കുക, നടത്തിപ്പിനുള്ള ചുമതല നമ്മൾ ടെൻഡർ ചെയ്യുക. അത് വലിയ കമ്പനികൾ എടുക്കുന്നെങ്കിൽ അങ്ങനെ, ഗവൺമെൻറ്റുകൾ എടുക്കുന്ന അങ്ങനെ, ഏത് വിധത്തിലായാലും. പക്ഷേ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് വന്നിട്ട് അത് ചെയ്തത് അദാനിക്ക് കരാർ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദാനിക്ക് കരാർ കൊടുക്കുമ്പോഴും നമ്മുടെ ഓഹരി വിഹിതം 61.5%. സംസ്ഥാന ഗവൺമെൻറ് ഓഹരി വിഹിതം 61.5%. 28.9% സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓഹരി വിഹിതം, അല്ല അദാനിയുടെ ഓഹരി വിഹിതം. 9.6% സെൻട്രൽ ഗവൺമെൻറ് ഓഹരി വിഹിതം. ആ സെൻട്രൽ ഗവൺമെൻറ് ഓഹരി വിഹിതവും അവർ
ഫണ്ടായിട്ടാണ് തരുന്നത്, വായ്പയായിട്ടാണ് തരുന്നത്. അത് എത്ര തിരിച്ചടയ്ക്കേണ്ടത്? 12,000 കോടി തിരിച്ചടയ്ക്കണം. ഇതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ 12,000 കോടി തിരിച്ചടയ്ക്കണം. ഫലത്തിൽ നമ്മൾ തുടങ്ങേണ്ടത് ശ്രീ വേണു, ഉമ്മൻചാണ്ടി സാറിൻ്റെ കരാറ് ഒരു തരം കടൽ കൊള്ളയായി മാറുമെന്ന് LDF അന്ന് വലിയ തോതിൽ ആക്ഷേപിച്ചതാണ്. അപ്പോൾ പലരും പറഞ്ഞു പൊതുമേഖലയ്ക്ക് ഇത്രയും പണം മുടക്കി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചില രോഗഗ്രസ്തമായ പൊതുമേഖലയെ ചൂണ്ടിക്കാണിച്ചിട്ട് പൊതുബോധം സൃഷ്ടിച്ചു അതിനെതിരായിട്ട്. അങ്ങനെ വലിയ ഒരു ചർച്ച നടത്തിയിട്ട് അത് അദാനിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അദാനിക്ക് കൊടുക്കുമ്പോൾ അദാനിക്ക് ചെറിയൊരു മുതൽ മുടക്കേ ഉള്ളൂ. നമ്മൾ അതിനേക്കാൾ കൂടുതൽ മുടക്കി. 9,000 കോടിയിൽ 5,600 6,000 കോടി നമ്മൾ മുടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ശ്രീ VD സതീശൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശ്രീ വേണു നിഷ്കളങ്കമായി അദ്ദേഹം ഈ പ്രശ്നത്തെ സമീപിക്കുകയാണോ ചെയ്യുന്നത്? കാരണം അദ്ദേഹം തുറമുഖ വകുപ്പ് ചോദിച്ചു വാങ്ങിയ വകുപ്പാണ്, അല്ലാതെ ആരും എടുക്കാനില്ലാതെ കിടന്ന വകുപ്പല്ല. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ. അതിലേക്കൊക്കെ വരാം. ശ്രീ റോണി കെ ബേബി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരള സമൂഹത്തെ അറിയിച്ചിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്നത് ഈ ജൂൺ 29-ാം തീയതി, കഴിഞ്ഞ മാസം 29-ാം തീയതി സെബിക്ക് നൽകിയിരിക്കുന്ന അപേക്ഷയിൽ അദാനി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതിൽ MSC കമ്പനിയുമായി കരാറിലെത്തിയിരിക്കുന്നു ഓഹരി കൈമാറ്റം സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 29-ാം തീയതി കരാർ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന സ്ഥിരീകരണമാണ് വരുന്നത്. ഇത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ഇവിടെ ഇപ്പോൾ ഈ ചർച്ച കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത് മുഴുവൻ അദാനി ഗ്രൂപ്പ് ഈ പറയുന്ന MSC എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല വാസ്തവം. ഇവിടെ സെബിക്ക് ആ ലെറ്ററിൽ തന്നെ പറഞ്ഞ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഈ സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം കൊടുക്കണം, അതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുക്കണം, അതും കഴിഞ്ഞ് വീണ്ടും ഒരു 40-50 ദിവസം എടുക്കണം ഈ പറയുന്ന ഓഹരി കൈമാറ്റത്തിന്. ഇതുവരെ അവിടെയുള്ള ഓഹരികൾ ഈ പറയുന്ന അദാനി പോർട്സിൽ നിന്നും ഈ പറയുന്ന MSCയിലേക്ക് കൈമാറിയിട്ടില്ല. അവിടെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉള്ള കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഗവൺമെന്റിന് അതൃപ്തിയുണ്ട്. കാരണം ഇങ്ങനെ അദാനി ഗ്രൂപ്പ് ഒരു ആലോചന. ശ്രീ റോണി, സെബിക്ക് കൊടുത്ത അപേക്ഷയിലെ ഭാഗം ഇന്ന് പിണറായി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: വിത്ത് റെഫറൻസ് ടു ദി ക്യാപ്ഷൻ സബ്ജക്ട്, വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് എന്റേർഡ് ഇൻ ടു ഷെയർ പർച്ചേസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എഗ്രിമെന്റ് ഓൺ 29th June 2026 വിത്ത് മുൻഡി ലിമിറ്റഡ്. എൻ്റെ അർത്ഥം എന്താ? അല്ല, ദാറ്റ് ഈസ് സബ്ജക്റ്റ് ടു. കാരണം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് എയ്തർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ദ സെൻട്രൽ ഗവൺമെന്റ്. കാരണം അതാണല്ലോ ഈ പറഞ്ഞ 5(3) ക്ലോസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 5(3) ക്ലോസിൽ, അതായത് കേരള ഗവൺമെന്റും അദാനി പോർട്സ് ലിമിറ്റഡും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആ കരാറിന്റെ 5(3) ക്ലോസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് only with the prior sanction of the state government. ഒരു കരാറിൽ എൻട്രി ചെയ്യണമില്ല, ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് സംസ്ഥാന സർക്കാരിനെയാണ് അറിയിക്കേണ്ടത്. അല്ലല്ല റോണി, അതിനേക്കാളൊക്കെ മുമ്പ് സംസ്ഥാന സർക്കാരിനാണ് അറിയിക്കേണ്ടത്. ഒരു സെബിക്കുമല്ല വിധേയപ്പെട്ട് നിൽക്കേണ്ടത് അദാനി. അത് 2015 കരാറിലാണ്. അതിലൂന്നി നിന്നുകൊണ്ട് വേണം എല്ലാ പ്രവർത്തനവും. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. അതുകൊണ്ട് കാരണം ഒരു ഫൈനൽ ട്രാൻസ്ഫർ നടന്നിട്ടില്ലോ, ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ആണ്. അതാണ് ലാസ്റ്റ്. എന്തോ ആകട്ടെ, മാൻഡേറ്ററി പ്രയർ അപ്രൂവൽ ഈസ് എ മസ്റ്റ്. അല്ലല്ല, ഒരു സെക്കൻഡ്. ഈ ക്ലോസ് 5(3) മാത്രമല്ല ഉള്ളത്. അത് 25% മുകളിൽ വിൽക്കുമ്പോൾ റിട്ടേൺ കൺസെന്റ് മുൻകൂർ തന്നെ വേണം എന്നാണ് പറയുന്നത്. അതില്ലാതെയുള്ള ഒരു നീക്കവും നടത്തിക്കൂടാ. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയല്ല അറിയേണ്ടത്. മാധ്യമ വാർത്തയിൽ അദാനി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു, അങ്ങനെയല്ല കേരളം അറിയേണ്ടത്. റോണി, അങ്ങനെയല്ല കേരളം അറിയേണ്ടത്. ഇന്നലെ കേരള നിയമസഭയിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും പ്രതിപക്ഷ നേതാവ് കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്തു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഗവൺമെന്റിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ പഴയ കഥ. അതിനുശേഷം പുതിയ വിവരങ്ങൾ വന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അല്ലല്ല, പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. റോണി, പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഈ നാടറിയേണ്ട കൂടുതൽ കാര്യങ്ങൾ ഇനി മുഖ്യമന്ത്രി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങ് പറയുകയുണ്ടായല്ലോ. ഒരു സെക്കൻഡ് റോണി, അല്ലല്ല, ഒരു സെക്കൻഡ് റോണി,
അല്ല റോണി, ഇതിൽ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു ധാരണയിൽ എത്തിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലല്ലോ, ഇനി ഇത് സർക്കാരിനെ അറിയിച്ചാൽ മതി. അവിടെയാണ് പിണറായി പറയുന്നത് ആ കമ്പനികൾ തമ്മിലുള്ള കാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവരെ സംബന്ധിച്ച് ആ പരസ്പര ധാരണ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, മുഖ്യമന്ത്രി അത് അറിയാതെ ഇരിക്കുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കണോ? അല്ലല്ലോ, ഒരു കാര്യം കൂടി റോണി, നിങ്ങൾ ഊന്നേണ്ടിയിരുന്നത് ഈ 5-3 ഉപവകുപ്പല്ല. ഒരു സെക്കൻഡ് റോണി, ഒരു സെക്കൻഡ് അല്ല, അതിനാണല്ലോ സതീശന്റെ നീക്കം. അദാനിയുടെ ശിങ്കിടി സർക്കാരായിട്ട് മാറ്റാനാണല്ലോ നോക്കുന്നത്. റോണി, ഇവിടെ നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടിരുന്നത് ഈ 5-3 മാത്രമല്ല. നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടിരുന്നത് 5-3 മാത്രമല്ല. നിങ്ങൾ ഉന്നയിക്കേണ്ടിയിരുന്നത് എന്താ? ആർട്ടിക്കിൾ 49, ആർട്ടിക്കിൾ 38 എന്താ അത് പറയുന്നത്? ടെർമിനേഷൻ ഫോർ കൺസെഷണർ ഡിഫോൾട്ട്. ഇതിലിപ്പോ സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നത് രേഖാമൂലം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ കരാർ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ മേൽ സർക്കാർ കർക്കശമായ നിലപാടെടുത്താൽ 60 ദിവസത്തിനകം ആ ബ്രീച്ച് എന്നത് പരിഹരിക്കാനുള്ള ബാധ്യതയിലേക്ക് അദാനി ഇപ്പോൾ എത്തുന്ന സ്ഥിതിയാണ്. കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ അതിനു വേണ്ടിയിട്ട്? നിങ്ങൾ എന്താ ആകെ ചെയ്തത്? അല്ലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചെയ്തിരിക്കുന്നത്? അതൃപ്തി അറിയിച്ചു. സതീശന്റെ വാക്കുകൾ കടമെടുത്താൽ അദാനി ഒരു മറുപടി അതിന് പറയും, പേടിച്ചു പോയേ എന്നൊന്ന് പറഞ്ഞേക്ക എന്ന്. റോണി, നിങ്ങളിപ്പോ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണ്? അദാനിയെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. അപ്പൊ അദാനി നിങ്ങളോട് പറയും, ഓ അത് അങ്ങ് കേട്ടപ്പോ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക എന്ന്. അതാ ഇവിടെ നടക്കുന്നത്. അല്ല, അത് നിങ്ങളുടെ തിരക്കഥ. അങ്ങനെ 12 മണിക്കൂർ പോലും ആയിട്ടുള്ള ചീഫ് സെക്രട്ടറിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് കൊടുത്തിട്ട് എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. ഞങ്ങളിത് പരിശോധിക്കും. നിയമവിരുദ്ധമായിട്ടാണ് അദാനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ എഗ്രിമെന്റ് തന്നെ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. നിങ്ങളിപ്പോ എഴുതപ്പുറം വായിക്കാതെ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ അദാനി അവരുടെ ഓണർഷിപ്പ് സെയിൽ ചെയ്യണമെങ്കിൽ അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം, കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ വേണം. അല്ലാതെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എടുത്തിയാടി ഈ വിഴിഞ്ഞം പോർട്ട് അങ്ങോട്ട് അദാനിക്ക് വിറ്റു. റോണി, ഇതിനകത്ത് അക്കമിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? നിയമവിരുദ്ധമായി ഓഹരി കൈമാറ്റം നടക്കുന്നു, അതിനുള്ള നീക്കമാണല്ലോ നടന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് തള്ളി പറയാൻ കഴിയുമോ? ഒരു സെക്കൻഡ്, ഒരാളുടെയും അനുമതിയില്ലാതെ വിദേശ നിക്ഷേപം വരുന്നു, നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ? അല്ലല്ല, അദാനിയും കേരള സർക്കാരുമായിട്ടുള്ള കരാർ കാറ്റിൽ പറത്തുന്നു. അദാനി കരാർ ലംഘിക്കുന്നു, നഗ്നമായ നിയമലംഘനം നടത്തുന്നു. എതിർപ്പുണ്ടോ നിങ്ങൾക്ക്? അതിലൂടെ എന്താ സംഭവിക്കുന്നത്? കേരളത്തിന്റെ പൊതു താല്പര്യത്തെ ഹനിക്കുന്നു. എതിർപ്പുണ്ടോ? അല്ലല്ലോ, ഒരു സെക്കൻഡ്, അവിടെയാണ് ശ്രീ ഗോപൻ പറഞ്ഞ കാര്യമുള്ളത്. ആദ്യം തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കയ്യിൽ വെച്ചു, പിന്നെ മുഖ്യമന്ത്രി ആ തുറമുഖ വകുപ്പ് എടുത്ത് അദാനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. റോണി, അതാ നടന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ നരേഷൻ, അത് നിങ്ങളുടെ വ്യാഖ്യാനം. നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഇവിടെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കും. ഇവിടെ നിയമവിരുദ്ധമായിട്ടാണ് അദാനി ഗ്രൂപ്പ് ചെയ്തെങ്കിൽ ഈ എഗ്രിമെന്റ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് നിയമത്താൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അല്ല, നിങ്ങൾ പറയുന്നത് മംഗലാപുരത്ത് വല്ലവന്റെയും കാശിന് യാത്ര ചെയ്തിട്ട് വന്ന ഒരാൾ മുഖ്യമന്ത്രി ആയ ശേഷം കേരളം വിശ്വസിക്കണമല്ലേ ഇദ്ദേഹം അങ്ങ് അദാനിയുമായിട്ടുള്ള കരാർ റദ്ദാക്കുമെന്ന്? ഒരു സെക്കൻഡ്, ശ്രീ പി കെ ഗോപൻ ഇവിടെ ഒരു ധാരണ. ഒരു സെക്കൻഡ്, ശ്രീ പി കെ ഗോപൻ, അല്ലല്ല, പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ താങ്കൾ അങ്ങനെയാണ് കാണുക. അത് ജനപക്ഷമാണ് റോണി. അതിന്റെ ആനുകൂല്യം കഴിഞ്ഞ 10 വർഷം കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾ. ശ്രീ പി കെ ഗോപൻ ഇവിടെ കാത്തിരിക്കൂ എന്ന് പറയുന്നു, എംപവേർഡ് കമ്മിറ്റി അദാനി അങ്ങ് മൂക്കിൽ കയറ്റുമെന്ന് പറയുന്നു. പിന്നെ സർവോപരി ഇതിപ്പോ ഒരു ധാരണ പോലും ആയിട്ടില്ലല്ലോ, പ്രാഥമികമായ നടപടി മാത്രമല്ലേ ആയിട്ടുള്ളൂ, സർക്കാരിനെ അറിയിച്ചിട്ട് 12 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. പിന്നെ ഒറ്റടിക്ക് കരാർ റദ്ദാക്കാനുള്ള കേരളത്തിന്റെ അധികാരത്തെ പറ്റി പറയുന്നു. അതെന്തായാലും വി ഡി സതീശൻ ഉണ്ടാക്കിയ ക്ലോസ് അല്ല. ആ ക്ലോസ് എന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിലെ യാത്രയാണ്. ആ ക്ലോസ് ശ്രീ പി കെ ഗോപൻ മറുപടി. ശ്രീ വേണു, ബഹുമാന്യനായ MLA ശ്രീ റോണി നിഷ്കളങ്കനാണോ അതോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നിഷ്കളങ്കമായി ചിന്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണോ? എന്താ നമ്മുടെ മുമ്പിൽ നടന്നിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ നിശ്ചിത വർഷത്തേക്ക് ഏറ്റെടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പ്, അത് കരാറുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വിശാലുമായിട്ട്. അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ട് അതിനകത്ത് 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്താൽ ഓണർഷിപ്പ് കൈമാറ്റത്തിന് തുല്യമാകുമെന്ന് എഴുതി പിടിപ്പിച്ചു വച്ചിരിക്കുന്നു.
അത് 49% ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അവരത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. ലോകത്തെ 900-1000-ഓളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള വലിയ ഒരു മൾട്ടിനാഷണൽ ഭീമൻ സ്രാവാണ് ഈ MSC എന്ന് പറയുന്ന കമ്പനി. ആ MSC എന്ന കമ്പനിയും കേരള സർക്കാരുമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. MSC കടലിൽ വെച്ചുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ നാശനഷ്ടത്തിന് പണമടയ്ക്കാതെ നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങി വെച്ചത്, തുറമുഖ വകുപ്പ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് എപ്പോഴാ? നമ്മളൊക്കെ കരുതുന്നത് പോലെ വകുപ്പ് വിഭജനത്തിന്റെ സമയത്തല്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അദ്ദേഹം ഇതുവരെ വിശദമാക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഫ്ലൈറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയത് എന്തിന്? അവിടെ ആരൊക്കെയായിട്ട് അദ്ദേഹം ചർച്ച നടത്തി? അതിൽ ഒരാൾ നമുക്ക് വ്യക്തമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ കിഷോർ ഹൽവ അവിടെ ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അപ്പുറത്ത് എവിടെയോ ചായക്കടയിരുന്ന കിഷോർ ഹൽവ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആൾ ഇതാ വന്നിരിക്കുന്നു, ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി വന്നു എന്ന രൂപത്തിലാണ് നമ്മളോട് വിശദീകരിച്ചത്. എന്നിട്ട് പറയുകയാണ് ആര്യാട മുഹമ്മദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് അവിടെ എന്നെ കാത്തിരുന്നതെന്ന്. ഈ ആര്യാട മുഹമ്മദിന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവിന് എന്ത് ശേഷിയാ ഉള്ളത്? 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് VD സതീശനെ അവിടെ വരുത്താൻ. അപ്പോൾ ഒരുപാട് ഡീൽ അവിടെ നടന്നിട്ടുണ്ട്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ശ്രീ റോണി കേരളം മുഴുവൻ ഇന്ന് വിശ്വസിക്കുകയാണ് തുറമുഖ വകുപ്പ്. എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണ്ട, മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയില്ലേലും കുഴപ്പമില്ല, മറ്റു വകുപ്പുകൾ കിട്ടിയില്ലേലും കുഴപ്പമില്ല, ധനകാര്യവും തുറമുഖവും എനിക്ക് വേണം. തുറമുഖ വകുപ്പ് ഏറ്റെടുത്തിട്ട് അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട്. ഒന്ന് ധനവും ഒന്ന് നിയമവകുപ്പും, രണ്ടും പ്രധാനമാണ്. ഈ ബക്കാടിക്ക് സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ ധനവും ഈ പറയുന്ന നിയമവും കയ്യിലുണ്ടെങ്കിൽ ഗുണം. അദാനിക്ക് ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന പോർട്ടും അതുപോലെ തന്നെ നിയമവകുപ്പും ധനവകുപ്പും കയ്യിലുണ്ടാവണം. അതെ, പോർട്ട് എടുക്കുന്നു, നിയമവകുപ്പ് എടുക്കുന്നു, ധനവകുപ്പ് എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം വിഷൻ സമുദ്ര എന്ന് പ്രഖ്യാപിച്ചു. വരാൻ പോകുന്ന അപകടം ഇനി അതാണ്. ആ വിഷൻ സമുദ്ര പ്രഖ്യാപിച്ചിട്ടാണ് അദാനി ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു തർക്കവും അതിനകത്ത് വേണ്ട. അവിടെ നടന്ന ഡീല് ഇതാണ്. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഡീലാണ്. കേവലം 2500 കോടി മുടക്കിയ ആൾക്ക് 13,000 കോടി കൊടുത്തത്. ഈ കേരളം മുഴുവൻ VD സതീശന്റെ ഫ്ലക്സ് വെച്ചതും VD സതീശൻ ഇലക്ഷൻ പ്രചരണം നടത്താനുള്ള പണവും തുടർന്ന് അങ്ങോട്ടുള്ള ആജീവനാന്തകാലം പ്രവർത്തിക്കാനുള്ള പണവും മുഴുവൻ അദാനി ഓഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ, ഇന്നലെ വരെ ഞങ്ങൾ ആക്ഷേപിച്ചില്ല. ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലക്കെടുത്തത് റോണി ഇപ്പോൾ ശ്രീ റോണി MLA ഇവിടെ റിമൈൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി ഒരു ധാരണയും ഞങ്ങൾക്ക് ഇതിനകത്ത് വെച്ചു പുലർത്തുന്നില്ല. ഞങ്ങൾ വന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെറിയൊരു കാര്യമല്ല സർ. എന്താ കാര്യം എന്നറിയോ? ഈ MSC എന്ന കമ്പനിക്ക് നമ്മളുമായിട്ടുള്ള തർക്കം മാത്രമല്ല, പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളിൽ ഇവരുടെ കപ്പലുകളിനകത്ത് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. ഫിലാഡൽഫിയ, ന്യൂജേഴ്സി, പെറു, USA തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ കപ്പൽ വഴി മയക്കുമരുന്ന് കടത്തിയതിന്റെ കേസ് നിലവിലുണ്ട്. അങ്ങനെ ഒരു വശത്ത് തൂഫാൻ, ഒരു വശത്ത് മയക്കുമരുന്ന്, ഒരു വശത്ത് തൂഫാൻ. ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു വശത്ത് കല്യാണം, ഒരു വശത്ത് പാലുകാച്ച്. ഇത് രണ്ടുകൂടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്നുള്ളത് നിങ്ങൾ പറയണം. അതായത് ലോകപ്രശസ്തരായ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഡീലേഴ്സ് ആയിട്ടുള്ള, അത് കൊണ്ടു നടന്ന് കൊടുക്കുന്ന MSC കമ്പനി എന്ന ആഗോള ഭീമനെ ഈ കൊച്ചു കേരളത്തെ ഞെരിച്ച് മുടിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ വിറ്റിരിക്കുകയാണ്. നിങ്ങൾ സമാധാനം പറയണം കേരളത്തോട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതിന്റെ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ശരി, ശ്രീ റോണി കെ ബേബി. അല്ല, ഇങ്ങനെ ഈ കഥകളും ഉപകഥകളും ഒക്കെ ഇങ്ങനെ കാട് കയറി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങിയത് തന്നെ ഇന്ന് രാവിലെ തൊട്ടാ. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ, കാരണം ഇവിടെ അന്തിമമായ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലെന്നേ. കാരണം ഇവിടെ ഒരു സെയിൽ നടക്കണമെങ്കിൽ, ഓണർഷിപ്പിന്റെ സെയിൽ നടക്കണമെങ്കിൽ അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വേണം. ഇത് വെള്ളരിക്കപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്ന പോലെ അദാനിയുടെ സൗകര്യം പോലെ ഇവിടെ അവരുടെ ഓണർഷിപ്പ് വിട്ടിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ അതിന്റെ ഒരു പ്രോസസ്സ്. അവർ സെമിയിലേക്ക് വന്നു, അത് കഴിഞ്ഞ് അത് പബ്ലിക്കിൽ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ കട്ടാണ്ടായി. നമ്മുടെ അതിൻ്റെ അകത്തുള്ള താല്പര്യക്കുറവ്, അതിൻ്റെ അകത്തുള്ള പ്രതിഷേധം വളരെ ഉള്ള രീതിയിൽ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അമ്പത് കമ്മിറ്റി ഉണ്ടാക്കി, കമ്മിറ്റി കൂടി ഞങ്ങളത് വേണോ തീരുമാനിക്കുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. നിങ്ങൾ ഒരു ബ്രീത്തിങ് ടൈം നിങ്ങൾ
ഒരു ബ്രീത്തിങ് ടൈമിംഗ് എന്താ ഇത്? ഇന്നാണ് ഈ കത്ത് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി കേട്ടിരിക്കുന്നത്. എംപവേർഡ് കമ്മിറ്റി കൂടട്ടെ, ഇവരുടെ കാര്യങ്ങൾ അത് പരിശോധിക്കട്ടെ. നിയമവിരുദ്ധമാണെങ്കിൽ, കരാറിന് വിരുദ്ധമാണെങ്കിൽ ആ പർച്ചേസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണർഷിപ്പ് കൈമാറ്റത്തിന് ഞങ്ങൾ അംഗീകാരം കൊടുക്കത്തില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകാരം കൊടുക്കാത്ത ഒരു ഓണർഷിപ്പ് കൈമാറ്റത്തിന് എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിന് അംഗീകാരം കൊടുക്കാൻ കഴിയുക? ഇത് ഇപ്പം പറയുന്നത് ഇതാ ഇപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം അങ്ങോട്ട് MSC ഏറ്റെടുത്തു എന്നുള്ള രീതിയിലാണ്. കച്ചവടം മുഴുവൻ നടന്നു, ഓണർഷിപ്പ് മുഴുവൻ കൈമാറി. നിങ്ങൾ എടുത്തിടത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യേ. അതിന് പകരം ഒരു ജനാധിപത്യ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ആ നിമിഷം ഈ പറയുന്ന കരാർ കീറി പിന്നെ എടുത്ത് അറബിക്കടലിൽ ഒഴുക്കാൻ കഴിയില്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രൈമ ഫേസിയായുള്ള പ്രതിഷേധം വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന വാദങ്ങളൊക്കെ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ ഒരു പ്രസ്താവനയുമായിട്ട് ഇന്ന് രംഗത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് 5 കാര്യങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട്. 1, രാജ്യസുരക്ഷ. 2, ഈ രാജ്യത്തെ 3 ഇവിടുത്തെ മറുപടിയുണ്ട്. ദേശസുരക്ഷ എന്ന് പറയുന്നു, അത് ദേശസുരക്ഷയല്ല, അദാനിയുടെ സുരക്ഷ. ഇനി പൊതു താല്പര്യം, അത് പൊതു താല്പര്യമല്ല, അദാനിയുടെ താല്പര്യം. ഇനി മത്സരാധിഷ്ഠിത സമീപനം എന്ന് പറയുന്നു, അത് മത്സരാധിഷ്ഠിത സമീപനമല്ല, അദാനിക്ക് മത്സരിച്ച് മാത്രം ജയിക്കാനുള്ള സമീപനം. പിന്നെ ദൂരക്കാഴ്ചയുള്ള സമീപനം എന്ന് പറയുന്നു, അത് അദാനിക്ക് വേണ്ടിയുള്ള ദൂരക്കാഴ്ച. പിന്നെ സംസ്ഥാനത്തിന്റെ വരുമാന താല്പര്യം സംരക്ഷിക്കുന്ന പറയുന്നു, അവിടെ സംസ്ഥാനത്തിന്റെ അല്ല, സ്വന്തം താല്പര്യം സംരക്ഷിക്കുമെന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ 5 ഉറപ്പുകളുടെ മഹാത്മ്യം ഇവിടെ വർണ്ണിക്കേണ്ട. ശരി റോണി, ശരി ഉള്ള സത്യമൊക്കെ പ്രതിപക്ഷ നേതാവാണ് വിളിച്ചു പറയുന്നത്. അർദ്ധസത്യങ്ങൾ മാത്രം പറയുന്ന ഒരാളായിട്ടാണ് ഈ വിസ്മയകുമാരൻ ഇരിക്കുന്നത്. വരാം അങ്ങയിലേക്ക്. ശ്രീ നന്ദു, ഇവിടെ ഒരു വിദേശ കമ്പനി, ശരി ശ്രീ നന്ദു, ഇവിടെ ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികളിലേക്ക് പോകുമ്പോൾ പോലും ഒരു വിദേശ കമ്പനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ അതിൻ്റെ നിർമ്മാണഘട്ടം തന്നെ തടഞ്ഞ കേന്ദ്ര സർക്കാരാണ് ഉണ്ടായിരുന്നത് രാജ്യത്ത്. UPI ആയിക്കോട്ടെ, എങ്കിലും സൂം ഡെവലപ്പേഴ്സുമായി ബന്ധപ്പെട്ടെന്ന് സംശയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ചൈനീസ് ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സ്വിസ് കമ്പനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണോ? ഇനി അതുപോലെ തന്നെ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 12 മണിക്കൂറിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ, 12 മണിക്കൂറിൻ്റെ കഥയല്ല ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത ഈ കച്ചവട ആലോചന ഈ ഗവൺമെൻറ് വന്ന് 1.5 മാസത്തിനിടയിൽ അതിവേഗം അദാനി നീക്കുന്നത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഈ 2300 കോടിയുടെ നിക്ഷേപമാണ് ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ. അത് ഒറ്റയടിക്ക് ഊഹക്കച്ചവടത്തിൽ കാണുന്നത് പോലെ 23,000 കോടിയാക്കി ലാഭം വർദ്ധിപ്പിക്കുന്ന നടപടിയിലേക്ക് അദാനിക്ക് സ്വമേധയാ കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, കേരള ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്കിതൊക്കെ തീർപ്പാക്കാൻ കഴിയുന്ന ധൈര്യം അഥവാ ധാർഷ്ട്യം, അഹന്ത, ഇതൊക്കെ ആരുടെ ചെലവിലാണ് കേരളത്തിൽ നടക്കുന്നത്? എവിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുള്ളത്? വേണു, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സുഹൃത്തുക്കൾ, LDFിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഓന്ത് നിറം മാറുന്നതിന് എടുക്കുന്ന സമയത്തിനേക്കാൾ വേഗതയിലാണ് എൻ്റെ പ്രിയപ്പെട്ട 2 പാനലിസ്റ്റുകളായിട്ടുള്ള CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളും അവരുടെ പ്രസ്ഥാനങ്ങളും നിലപാടുകൾ മാറ്റുന്നത്. 2015 ഈ കരാർ രൂപീകരിക്കപ്പെടുമ്പോൾ ഈ കരാറിനകത്ത് ഇങ്ങനൊരു ക്ലോസ് വയ്ക്കുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയാണ് എന്നുള്ള ബോധ്യവും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കും, അതിനുശേഷം 2016 ആ സർക്കാർ മാറി പുതിയ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സർക്കാർ വരുമ്പോഴും ഇതാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നും അവർക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ പറയുന്ന 2 ഗവൺമെന്റുകൾക്കും 2 പ്രസ്ഥാനങ്ങൾക്കും ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. വെറുതെ ഞാനൊരു തർക്കത്തിന് വേണ്ടി പറഞ്ഞു പോവുകയല്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ 2015 ഒപ്പിട്ടവരും 2016 അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയവരും എന്ന് അവകാശപ്പെട്ട് ബോർഡുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും ചുമരെഴുത്തുകളിലും മാധ്യമങ്ങളിലടക്കം വന്നിരുന്ന് ഗോഗോ വിളികളും പിതൃത്വം ഏറ്റെടുക്കാനും കാണിച്ച ആ ഒരു ആവേശത്തിൻ്റെ ഒരു 1/5 ഭാഗം പോലും അതിൻ്റെ നടത്തിപ്പിൽ കൃത്യത വരുത്താനോ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ എത്രത്തോളം സുതാര്യമാകണമെന്നും അതിൽ സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം കണിശമുള്ളതാകണമെന്നും തീരുമാനിക്കുന്നതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കുറ്റക്കാരാണ് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ശ്രീ PK ഗോപൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് MSC എന്ന് പറയുന്ന കമ്പനിക്കെതിരായി
വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് മയക്കുമരുന്ന് കണ്ടെടുത്തി 4 രാജ്യങ്ങളിൽ വലിയ കേസുണ്ട്, അപ്പോൾ അവരെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, അതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ആരോപണം. പക്ഷേ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു ശേഷം ഏറ്റവും അധികം കപ്പലുകൾ, കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതിൽ ഈ MSC എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഈ കപ്പൽ കമ്പനിയുടെ ഈ പറയുന്ന കപ്പലുകളാണ് ഇവിടെ നങ്കൂരമിട്ടത്. ഇങ്ങനെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയം അന്നത്തെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം കപ്പലുകൾ കേരളത്തിന്റെ ഭൂമികയിൽ നങ്കൂരം ഇടുമ്പോൾ ഈ പറയുന്ന മയക്കുമരുന്ന് കമ്പനി എന്ന് അദ്ദേഹം ഇപ്പോൾ ആക്ഷേപിക്കുന്ന കമ്പനി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഗ്രീൻ ഫ്ലാഗ് കാണിച്ച് പിണറായി വിജയൻ സർക്കാർ ഈ തീരത്തേക്ക് അടുപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോ അങ്ങനെ ഒരു നിലപാടില്ലാതെ പോയത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ പോർട്ട് ട്രസ്റ്റിന്റെ ഡയറക്ടറായി എൻ്റെ സബ്ജക്ട് ടു കറക്ഷൻ, എൻ്റെ അറിവ് ഡയറക്ടർ എന്നുള്ള നിലയിലാണ്, MD എന്നുള്ള നിലയിലാണ്. MD എന്നുള്ള നിലയിൽ സർക്കാരിന്റെ ഒരു പ്രതിനിധിയുണ്ട്. ആ പ്രതിനിധി ഇരിക്കുമ്പോൾ കഴിഞ്ഞ 1.5-2 മാസക്കാലം VD സതീശൻ സർക്കാർ വന്നതിന് മുൻപും പെട്ടെന്നൊരു എഗ്രിമെന്റിലേക്ക് ഒരു കമ്പനിക്കും ഇത്തരത്തിലൊരു നെഗോസിയേഷൻ നടത്തി പെട്ടെന്നൊരു എഗ്രിമെന്റിലേക്ക് പോകാൻ സാധിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് പരിമിതമാണെങ്കിൽ അത് തിരുത്തുന്നതിലും എനിക്ക് വിഷമമില്ല. പക്ഷേ മിനിമം ഒരു 6 മാസത്തെ പ്രോസസ് നടക്കാതെ ഈ പറയുന്ന എഗ്രിമെന്റിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. ആ സമയത്ത് LDFും UDFും തുല്യമായി ഈ വിഷയത്തിൽ ഒരു ഇരുട്ടിന്റെ മറവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്തും അന്ന് നമ്മൾ പ്രധാനമായി കാണുന്നത്, ശ്രീ വേണു അടക്കമുള്ള ആളുകൾ അത് പരാമർശിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഇന്ന് അദാനിയെ തള്ളിപ്പറയുന്ന CPM അന്ന് CPMന്റെ പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള, അതായത് തുറമുഖ വകുപ്പിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വാസവൻ അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നാമകരണം ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്ലാഘിച്ചത് കേരള സർക്കാരിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ശ്ലാഘിച്ചത്. ആ നിലപാടിൽ നിന്ന് 1.5 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേനും CPMന്റെ നിലപാട് എങ്ങനെയാണ് മറ്റൊരു നിലയിലേക്ക് മാറുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, അത് താങ്കൾ പറഞ്ഞ കുറേയധികം കാര്യങ്ങളോട് ഞാൻ രാഷ്ട്രീയമായി യോജിക്കുന്നു. അതായത് അദ്ദേഹം മംഗലാപുരത്ത് നടത്തിയ യാത്ര സസ്പീഷ്യസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അദ്ദേഹത്തിന് ഇതുവരെ വിശദീകരിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ സാധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെല്ലാം അപ്പുറത്ത് തന്റെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു തുറമുഖം, അതായത് ലോക കപ്പൽ ഭൂപടത്തിൽ, ലോക തുറമുഖ ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള തന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിനകത്ത് ഇത്തരത്തിൽ സർക്കാർ അറിയാതെ ഒരു നീക്കം നടത്താൻ മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും അതുപോലെ നിലവിലെ വിസ്മയങ്ങളുടെ രാജകുമാരനാവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയും രാജിവെച്ച് പണി മതിയാക്കി വേറെ വല്ല പണിക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതിനകത്ത് നമ്മൾ 2 രീതിയിലാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്. MSCയുമായിട്ടുള്ള ഈ പറയുന്ന കരാർ അത് എന്തുകൊണ്ട് പ്രയർ അപ്രൂവലിന് പോയില്ല? വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അദാനി കമ്പനി പറയുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രയർ അപ്രൂവൽ വേണം എന്നുള്ള കാര്യത്തിൽ അവർ തർക്കമായി പറയുന്നില്ല. അങ്ങനെ ഒരു അപ്രൂവൽ വേണ്ട എന്നവർ പറയുന്നില്ല. വേണമെന്ന് സർക്കാർ വാദിക്കുകയും ചെയ്യണം. അപ്പോൾ ആരുടെ അപ്രൂവലിന്റെ പുറത്താണ്? LDFന്റെ പഴയ ഭരണസമിതിയുടെ അപ്രൂവലിന്റെ പുറത്താണോ ഈ പറയുന്ന ഈ അദാനി കമ്പനി മുന്നോട്ട് പോയത്? പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ, പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരോട് കൂടിയാലോചിക്കാതെ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വരേണ്ടതുണ്ട്. അവിടെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന മുൻ MDയുടെ നിലപാടുകൾ അവർ ആ ചുമതലയിൽ നിന്ന് റിലീവ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1 മാസത്തിന് താഴെ ആകുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഈ കരാറിനകത്ത് അവരുടെ ഇടപെടലുകൾ എത്രത്തോളം വൈറ്റലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ടോ? അതിൽ LDFനും കോൺഗ്രസിനും ഇടയിലെ പാലമായി, ഈ കരാറിലെ പാലമായി അദാനിക്ക് വേണ്ടി നിന്നത് ദിവ്യ എസ് അയ്യറും ദിവ്യ എസ് അയ്യറുടെ ഭർത്താവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് ശബരിനാഥനും. അതിന്റെ ഉപകാര സ്മരണയാണോ ഇന്ന് തിരുവനന്തപുരത്ത് ഇവിടെ ശിവൻകുട്ടി അടക്കമുള്ള മുൻ മന്ത്രിമാരും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ മന്ത്രിമാരും ഈ പറയുന്ന വീണ എസ് അയ്യറുടെ ഭർത്താവും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ശബരിനാഥനും തമ്മിൽ നടത്തിയിട്ടുള്ള പല അഡ്ജസ്റ്റ്മെന്റുകളും പല രാഷ്ട്രീയ നീക്കങ്ങളും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് വരെ സംശയിക്കുന്ന നിലയിലാക്കിയാണ് ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി കേരളത്തിന്റെ സർക്കാരിന് നേതൃത്വം ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക് വരാൻ നന്ദു. ഇടവേള. വീടി എറിഞ്ഞുള്ള വിൽപ്പനയോ? ബിഗ് ഡയലോഗ് തുടരുകയാണ്.
ശ്രീ ഏലിയാസ് ജോൺ, ഇന്നലെ ഈ ചർച്ചയിൽ അങ്ങിരിക്കുമ്പോൾ പുറത്തുവന്ന വിവരങ്ങളെക്കാൾ പുതിയ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സ്വരം മാറുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതുമാകുന്നു. എന്താണ് ഈ പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങ് ഈ ഓഹരി കൈമാറ്റത്തിൽ കാണുന്നത്? ഈ ഓഹരി കൈമാറ്റം 2015 തീരുമാനിച്ചതാണ് വേണു. ഇന്നലെയൊന്നുമല്ല. അദാനിയെ പോലെ ഇന്ത്യയിൽ 11 ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇഫ് ഐ ആം കറക്റ്റ്, ഇന്ത്യയിൽ മാത്രം 11 ടെർമിനൽ, ശ്രീലങ്ക, ടാൻസാനിയ, ഹൈഫ, ഇസ്രായേൽ, ഇപ്പോ വിയറ്റ്നാമിൽ ചർച്ച നടക്കുന്നു. ഈ ലെവലിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളി അദ്ദേഹം കേരളത്തിലോട്ട് വരുന്നത് 2015 വരുമ്പോൾ തന്നെ 2026 എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഈ ലോകം എങ്ങനെ പോകുന്നു, രാജ്യം എങ്ങനെ പോകുന്നു, ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പോകുന്നു, മറൈൻ മേഖല എങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത എന്നെ പോലെ ചില, ഞാൻ വേറെ ആരെയും കുറ്റം പറയുന്നില്ല, എന്നെ പോലുള്ള ചിലർ ഇരുന്ന് MSC കള്ളക്കടത്ത് കമ്പനിയാണ്, MSCക്ക് അവിടെ കേസുണ്ട്, ഇവിടെ കേസുണ്ട്. കേസില്ലാത്ത ആരാ ഉള്ളത് ഈ രാജ്യത്ത്? ഇവിടെ കൗൺസിലർ കേസിൽ അറസ്റ്റിലാണ് നമ്മുടെ നാട്ടിൽ. അതേ ലെവലിലാണ് MSC പോലെ 1005 കപ്പലുകളുള്ള ഒരു ഉടമ ആ തുലനം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇരുന്നത്. ഇത് 2015 അദാനി വ്യക്തമായ റോഡ് മാപ്പോട് കൂടിയാണ് കേരളത്തിൽ ലാൻഡ് ചെയ്തത്. ഈ തുറമുഖത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയിടത്തോളം ഈ തുറമുഖം വെച്ചുകൊണ്ട് അവർക്ക് വലിയ തരത്തിലുള്ള ആഗോള ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ പിക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ലാൻഡ് ചെയ്തത്. അല്ലാതെ 2026 ജൂൺ മാസം 29 സെബിയിൽ കത്ത് കൊടുക്കുന്നതല്ല വിഷയം. നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ പോരായ്മയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ എന്താണ്, ജൂൺ 1 ഒരു മാസം മുമ്പ് ഈ വിഷയം ലോകം മുഴുവൻ അറിഞ്ഞു. MSCയും അദാനിയുമായിട്ട് ഓഹരി കൈമാറ്റത്തിന്റെ ചർച്ച തുടങ്ങിയത് രഹസ്യമാക്കി വെച്ചില്ല, അവർ പരസ്യമാക്കി. നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ജൂൺ 1 ലോകം അറിഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല? അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ജോലി ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രയോറിറ്റീസ് വ്യത്യസ്തമാവാം. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള ഭാവിയെ വില കൊടുത്ത് നശിപ്പിക്കരുത്. ഈ അദാനി എന്ന് പറയുന്ന ആളുടെ ഷെയർ വിൽപ്പന ഇന്നലെ അല്ല ആരംഭിച്ചത്. ജൂൺ 1 രേഖാമൂലം നമ്മൾ അറിയുന്നു. ജൂൺ 1 ജൂൺ 29 അവർ സെബിക്ക് കത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാമെന്ന് 2015 ഇവിടെ കരാർ ഒപ്പിട്ടപ്പോൾ തന്നെ കരാറിൽ വ്യക്തമായി അവർക്ക് പെർമിഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഓഹരി നിങ്ങൾക്ക് വിൽക്കാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് വായിക്കാം, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ 2015 ഇത് ചെയ്യാൻ അനുമതി കൊടുത്ത ഒരു കമ്പനി അങ്ങനെയുള്ള രേഖകൾ കയ്യിലിരിക്കുമ്പോൾ അവരതും വെച്ച് തലയിൽ തലയണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പക്ഷേ ശ്രീ ഏലിയാസ് ജോൺ, 25% മീതെയുള്ള ഓഹരി വിൽപ്പന നടക്കുമ്പോൾ മുൻകൂർ അറിയിക്കണ്ടേ? ഞാൻ മുൻകൂർ അറിയിക്കണ്ട. ഞാൻ പറഞ്ഞുതരാം വ്യവസ്ഥ. നിങ്ങളെല്ലാം ആഘോഷിച്ചില്ലേ ഇവിടെ 1000 കപ്പൽ വന്നത്? നിങ്ങളെല്ലാം ആഘോഷിച്ചില്ലേ? 20 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തത് നിങ്ങൾ ആഘോഷിച്ചില്ലേ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ലോകത്തിൽ ആദ്യമായിട്ടാണ്, ഇഫ് ഐ ആം കറക്റ്റ്, ലോകത്തിൽ ആദ്യമായിട്ടാണ് തുടങ്ങി 18 മാസത്തിനുള്ളിൽ ഗേറ്റ് പോലും തുറക്കാത്ത ഒരു ടെർമിനൽ, ഗേറ്റ് പോലും തുറക്കാത്ത, പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് മാത്രം നടത്തുന്ന ഒരു ടെർമിനലിൽ 20 ലക്ഷം, ഇന്നത്തെ കണക്ക് 21,30,000 ഇത്രയും കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു കമ്പനി ഓടിളക്കി കെട്ടിയിറങ്ങി വന്നതല്ല. അദാനിയുടെ മുണ്ട്ര പോർട്ടിലും അദാനിയുടെ എണ്ണൂർ പോർട്ടിലും ദീർഘനാളായി അവരിവിടെ ജോയിന്റ് വെഞ്ചറായിട്ട് ബിസിനസ് ചെയ്യുന്ന ഉറപ്പിൽ, അങ്ങനെ അവരുടെ കൂടി സമ്മതത്തോടു കൂടിയായിരിക്കാം, MSCയുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുത്തത് എന്നാണ് ഞങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കരാറിന് അല്ല, അത് താങ്കൾ എന്ത് വേണമെങ്കിലും മനസ്സിലാക്കുള്ളത് താങ്കളുടെ സ്വാതന്ത്ര്യം. കരാറിലെ 5(3) ഉപവകുപ്പ് എന്താ? 5(3) വകുപ്പ് ഞാൻ വായിക്കാൻ വേണോ? There is a clause 5(3) in the concession agreement allowing them to sell port stake subject to the clearance from the authority, Government of Kerala. Government of Keralയോട് അനുമതി മേടിച്ചാൽ മതി. ഗവൺമെന്റ് ഓഫ് കേരള അനുമതി അല്ല, ഇന്ന് പിണറായി വിശദീകരിച്ചത്
പിണറായി വിശദീകരിച്ചത് മുൻകൂർ അനുമതി. അദ്ദേഹം അതിൽ സ്ട്രെസ് ചെയ്തു. അനുമതിയല്ല, മുൻകൂർ അനുമതി. അല്ല, ശ്രീ എലിയാസ് ജോൺ, നമ്മളൊരു മുഖ്യമന്ത്രി, ഒരു മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അല്ലല്ല, അങ്ങ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന, ഒരു സെക്കൻഡ് സാർ, അങ്ങ് ഈ വിശേഷിപ്പിക്കുന്ന എല്ലാ മഹാത്മ്യവും വിഴിഞ്ഞത്തിന് സാധ്യമാക്കിയത് ഞാനോ അങ്ങോ അല്ല. അതിനകത്ത് വലിയ റോൾ ഉണ്ടായിരുന്ന ആളുടെ പേരാണ് പിണറായി. അദ്ദേഹം പറയാണ് മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതി വേണ്ട. ഇതെല്ലാം കൊടുത്ത് പിന്നീട് അനുമതി വാങ്ങിക്കുക. ആ അനുമതി വാങ്ങുന്നത് നിഷേധിച്ചാൽ MSCയുമായിട്ട് അദാനി ചെയ്തിരിക്കുന്ന ഈ കരാറ് ലാപ്സായി പോകും. അങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്നലെ പറഞ്ഞില്ലേ മുൻകൂർ അറിയിക്കണമെന്ന്. സബ്ജക്ട് ടു ദ ക്ലിയറൻസ് ഫ്രം ദ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പ്രക്രിയകൾ നിങ്ങൾ നടത്തണം. പ്രക്രിയകൾ നടത്തി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അത് വെറ്റ് ചെയ്തിട്ട് അനുകൂല സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളെല്ലാം അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അനുമതി തരും. ഇല്ലെങ്കിൽ അത് മുഴുവൻ പാഴായി പോകും. അപ്പൊ അങ്ങനെ നിങ്ങൾ 2015 ശ്രീ ഉമ്മൻചാണ്ടി UDF ഗവൺമെന്റിന്റെ കരാർ ഇരിക്കുന്നു. അത് സപ്ലിമെന്ററി കരാറായിട്ട് LDF ഗവൺമെന്റ് മാറ്റുന്നു. ഈ വ്യവസ്ഥയൊന്നും മാറ്റിയില്ലല്ലോ നിങ്ങൾ. ഇങ്ങനെ അതായി വേറെ ആരുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ എന്താ കൊണ്ടുവരാത്തത്? അപ്പൊ നിങ്ങൾ അതെല്ലാം അനുവദിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി, സ്വകാര്യ മേഖലയിലെ കമ്പനി ഇതിനേക്കാൾ വേഗതയിൽ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ വൈകിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് വാട്ടർ വേണ്ടത് ഫസ്റ്റ് സ്റ്റേജില് 10 ലക്ഷത്തിന്റെ ബ്രേക്ക് വാട്ടർ വേണം, 10 ലക്ഷത്തിന്റെ ബർത്ത് വേണം. അവരത് പൂർത്തിയാക്കി. ഒരു ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടിയ ഉടനെ അവർ ബ്രേക്ക് വാട്ടറിന്റെ പണി തുടങ്ങി. ഇവിടെ ആരെങ്കിലും തടുത്തോ? അവർ ബർത്തിന്റെ പണി തുടങ്ങി. ഏതെങ്കിലും നടന്നോ? ഈ പണിയെല്ലാം ചെയ്ത് 2.5 മാസം കഴിഞ്ഞിട്ടാണ് LDF ഉദ്ഘാടനം വെച്ചത്. നിങ്ങൾ എന്താ തടയാത്തത്? അപ്പൊ ഇവിടെ ഒരു മാൻഡേറ്റ് നിങ്ങൾ കൊടുത്തു. 40 വർഷം, 60 വർഷം. 40 വർഷം സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിച്ചാൽ വീണ്ടും 20 വർഷം നീട്ടിക്കൊടുക്കാവുന്ന ഒരു വ്യവസ്ഥയുള്ള ഒരു കരാർ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരി. പക്ഷെ അങ്ങ് നൽകുന്ന ഊന്നലിലാണ് പ്രശ്നം. ശ്രീ എലിയാസ് ജോൺ, ഇപ്പൊ അങ്ങ് പറയുന്നു ഇത് അദാനി ഇത്ര നാൾ കൊണ്ട് ബ്രേക്ക് വാട്ടർ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അദാനി കമ്പനിയുടെ നിക്ഷേപത്തിന്റെ ഇരട്ടി സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ മേഖലയുടെ താല്പര്യമാണ്, അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് അങ്ങ്. അല്ല, ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് വിഴിഞ്ഞം തുറമുഖം ഒരു പുതിയ ഉടമയ്ക്ക് നൽകുന്നതിൻ്റെ ആദ്യ പടിയാണിത്, ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് വിൽക്കുന്നതിൻ്റെ ആദ്യ പടി. ശരിയാണോ? അല്ല. ഈ കരാറ്, ഈ അദാനിയും MSCയുമായിട്ട് ഇപ്പൊ വെച്ചിരിക്കുന്ന കരാറ് റദ്ദാക്കാൻ കേരള ഗവൺമെന്റിന് അവകാശമുണ്ട്. എങ്ങനെയാണ് കരാറാകുന്നത്? അൺലെസ് ആൻഡ് അണ്ടിൽ ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ്സ് ഇറ്റ്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഫൈനൽ അതോറിറ്റി, സബ്ജക്ട് ടു ദ ക്ലിയറൻസ് ഫ്രം ദ അതോറിറ്റി ഗവൺമെന്റ് ഓഫ് കേരള. ഗവൺമെന്റ് ഓഫ് കേരള നോ പറഞ്ഞാൽ നടക്കില്ല. അല്ല, നോ പറയില്ലല്ലോ, കാരണം അത്രയും ദുരൂഹമായ ഇടപാടുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് ശ്രീ എലിയാസ് ജോൺ, ഇത് ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് വിൽക്കുന്നതിന്റെ ആദ്യപടിയാണോ? അല്ലല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ ഇതിന് ഒരു നോ ഇല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന് തന്നെ കരുതുക ശ്രീ എലിയാസ് ജോൺ. അല്ലല്ല, ആലങ്കാരികമല്ല. അത് ഒരു ബഹുരാഷ്ട്ര കമ്പനി ഇതിന്റെ ഉടമസ്ഥതയിലേക്ക് വരികയല്ലേ? വളരെ നേരിട്ടുള്ള ചോദ്യമാണ്. അല്ലേ? ഇതിന് അംഗീകാരം കിട്ടിയാൽ അല്ലേ? അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഈ 49% ഓഹരി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവർ ഈ കപ്പലുകൾ വിടും. അവർക്ക് ഈ ഭൂമിയിൽ 5 സെന്റ് സ്ഥലം കൊടുക്കുവോ? ഈ കരാർ പ്രകാരം ഇവിടെ 5 സെന്റ് സ്ഥലം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. വേണോ? സ്ഥലവിൽപ്പനയല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. MSC വിഴിഞ്ഞം നിയന്ത്രിക്കുന്ന സ്ഥിതി വരും, ഒരു സംശയവുമില്ല. അതൊരു കുത്തകയായി മാറും, അതിലൊരു സംശയവുമില്ല. അല്ല, ഒരു സെക്കൻഡ്. ഇല്ലല്ല, ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിന്റെ 10 കൊല്ലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയും കൂടെ ആയിരുന്ന വ്യക്തി പറയുന്നതാണ്. കുത്തകാവകാശം അവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റ് കമ്പനികളുടെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാനാകുമോ? അതിലെല്ലാം നിഷേധപരമായൊരു നിലപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കമ്പനി വരുന്നത് ഒന്നും കാണാതെയല്ല. അന്ന് 2015 അദാനിയുടെ ദീർഘവീക്ഷണം കണ്ടെങ്കിൽ MSCക്ക് എന്തുമാത്രം ദീർഘവീക്ഷണം ഉണ്ടാകും ശ്രീ എലിയാസ് ജോൺ? അത് കേരളത്തെ രക്ഷിക്കാനാ? അത് മറ്റു കമ്പനികളുടെ മത്സരം ഉറപ്പാക്കാനാ? ഓപ്പറേറ്റ് ചെയ്യല്ലേ ലോകം മുഴുവൻ? 100 ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യല്ലേ? നിങ്ങൾ ഈ മൊണോപ്പൊളി എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഇന്നലെ വിശദീകരിച്ചതിന്റെ കൃത്യം, ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഈസ് കൺസീവ്ഡ് ആസ് എ കോമൺ
കോമൺ യൂസർ ഫെസിലിറ്റി, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഓൾ ഷിപ്പിംഗ് ലൈൻസ് ഷുഡ് ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി ഇൻ ടാരിഫ്. കപ്പലുകളോ അടുത്താൽ മാത്രം വിഴിഞ്ഞത്ത് സോഷ്യലിസം നടപ്പാക്കാൻ വന്നിരിക്കുകയാണ് MSC. നിരക്കിൽ മാത്രമേ ബർത്ത് ഉപയോഗിക്കല്, ടെർമിനൽ സ്വന്തമായി ഉപയോഗിക്കല്, എക്സ്ക്ലൂസീവായിട്ട് മറ്റ് കമ്പനികൾക്ക്, ഇതിനൊക്കെയുള്ള സോഷ്യലിസം നടപ്പാക്കാനാണോ MSC വന്നിരിക്കുന്നത് വിഴിഞ്ഞത്ത്? നിങ്ങളുടെ കരാറാണ് പറയുന്നത് വേണോ, നിങ്ങളുടെ കരാറാണ് പറയുന്നത്. ആ കരാറ് എക്സിക്യൂട്ടീവ് കരാറിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീലേസ് ഒറ്റ സെക്കൻഡ് മൾട്ടി ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകേണ്ടതാണ്. അതാണ് നമ്മുടെ താല്പര്യം, അല്ലേ? അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ MSCക്ക് ഒരു കുത്തക വന്നാൽ മൾട്ടി ക്ലയൻസ് പോലും വരില്ല എന്ന് പറയുന്ന സാഹചര്യം. ഒരു സെക്കൻഡ് സാർ അതൊന്ന് സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഒരു സംശയം ഇടതുപക്ഷത്തിന്റെ MLA പിന്താങ്ങുന്ന ഒരു ഗവൺമെന്റ് ആണ് ചെന്നൈയിലിരിക്കുന്നത്, തമിഴ്നാട് സർക്കാർ. നിങ്ങൾക്ക് ഇപ്പൊ പരിശോധിക്കാം. അദാനിയും MSCയും കൂടെ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന 800 പോർട്ടിൽ ഈ നിമിഷം 4 കപ്പലുകളുണ്ട്. APL ബോസ്റ്റൺ, സാൻ ഫിലിപ്പ്, മസ്ക് ജിബ്രാൾട്ടർ, MSC അസ്യ. 4 കപ്പലുകളുണ്ട്. 4 കപ്പലുകളിൽ MSCയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് എത്രയാണ്? അവിടെ MSCയുടെ ഷെയർ ഹോൾഡിംഗ് എത്രയാണ്? നമ്മുടെ പോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് ആണ്. കൃത്യം കണക്കുകൾ കയ്യിലുണ്ടോ? അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവിന് ഒരുപാട് സ്റ്റാഫ് ഉണ്ടല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അദാനി 49% ഓഹരികൾ വിറ്റതുപോലെ മുന്ദ്രയിലും എന്നൂരിലും MSCക്ക് അദാനി എത്ര ഷെയർ ആണ് വിറ്റിരിക്കുന്നത്? 49% രേഖയുണ്ടല്ലോ, വിറ്റിട്ടില്ല വേണോ അങ്ങനെ. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ? അവിടുത്തെ ഒരു പ്രത്യേകത അല്ലല്ല അവിടുത്തെ ഒരു പ്രത്യേകത എന്താ? അത് മുന്ദ്രയിലും എന്നൂരിലും എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. കാരണം എന്താ? അദാനി തന്നെ സംസ്ഥാന സർക്കാർ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഏക തുറമുഖ പദ്ധതിയിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതാണ് വിഴിഞ്ഞം. അവിടെ ഉയർന്നു നിൽക്കേണ്ടത് ആ സംസ്ഥാനത്തിന്റെ താല്പര്യമാണ്. ഫൈനൽ അതോറിറ്റി എന്നൊക്കെ പറയും. എംപവേർഡ് കമ്മിറ്റിയുടെ മഹാത്മ ഇവിടെ ഇരുന്ന് റോണി കെ ബേബി പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഒന്നും അറിയാതെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇനി ചീഫ് സെക്രട്ടറി ഇരിക്കുന്ന എംപവേർഡ് കമ്മിറ്റി ഈ പറയുന്ന അദാനിയെ ചട്ടം പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രീ എലിയാസ് ജോൺ, അല്ല ഒരു സെക്കൻഡ് ശ്രീ എലിയാസ് ജോൺ, എന്റെ 2 സംശയങ്ങൾ. ശ്രീ എലിയാസ് ജോൺ, എനിക്ക് 2 സംശയങ്ങളാണ് അങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്, അങ്ങയോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ പറയുന്ന മൾട്ടി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സാഹചര്യം തന്നെ മാറിയിട്ട് മൾട്ടി ക്ലയൻസ് പോലും വരാത്ത അവസ്ഥയുണ്ടാകും. മേഴ്സ്ക് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് വരില്ല, നിഷേധാത്മക സമീപനം ഉള്ളതുകൊണ്ട് എന്ന ആശങ്ക വരുന്നു. അതിനുള്ള മറുപടി എന്താണ്? 2, ഇവിടെ കോൺകോർ, CWC തുടങ്ങിയിട്ടുള്ള ഒറ്റ സെക്കൻഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 5000 കോടിയുടെ MOU നമ്മൾ നേരത്തെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതെന്താ? നമുക്ക് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 5000 കോടിയുടെ MOU ഒപ്പുവെച്ചിരിക്കുന്നത്. ഇവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും MSC എന്ന് കരുതുന്നുണ്ടോ? മറ്റ് ലോജിസ്റ്റിക് കമ്പനികൾക്ക് ഈ കുത്തകവൽക്കരണം കൊണ്ട് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ആശങ്ക. ഞാൻ അതിന് മറുപടി പറയട്ടെ വേണുവിന്റെ ആശങ്കയൊക്കെ നല്ലതാണ്. നമ്മുടെ രാജ്യം വളരുന്നതിനുള്ള ആശങ്കയാണ് വേണു പറയുന്നത്. The common user facility condition MSC പറയുന്നു എന്നതാണ് ആശങ്ക. എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത് നിങ്ങൾ? ഈ കരാർ എന്താ പറയുന്നത്? The common user facility condition can be invoked by Government of Kerala from the 3rd anniversary of COD. ഇന്നലെ വേണുവിനോട് ഞാൻ പറഞ്ഞല്ലോ, 3 വർഷം വരെ കാത്തിരിക്കുക. അത് കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുത്തേ പറ്റൂ. അതാണ് ഇന്ന് എന്നൂറിൽ നടക്കുന്നത്. എന്നൂറിൽ 1 കപ്പലുള്ളപ്പോൾ 3 കപ്പലുകൾ മറ്റതാണ്. മാസ്കിന്റെ കപ്പലാണ് ഒരെണ്ണം, APL ആണ്, അമേരിക്കൻ പ്രസിഡന്റ് ലൈനാണ് മറ്റേ കപ്പൽ. അപ്പൊ നമ്മൾ ഇല്ലാത്ത ആശങ്ക എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇത് ഗവൺമെന്റ് ഈ ഗവൺമെന്റ് 2015 എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദാനിക്ക് അവസരം കൊടുത്തിട്ട് അവർ ചെയ്തു തുടങ്ങും. ചെയ്യാൻ പാടില്ല, അതിനകത്ത് സംശയം. ശ്രീ പി കെ ഗോപൻ, MSC കേരളത്തെ ഒരു സുന്ദര സുരഭില എന്താ പറയേണ്ടത് ഭൂമിയാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അല്ല, ഏലിയ സാറ് ആർക്കു വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമല്ല. അദ്ദേഹം ഒരേ സമയം കരാറിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്, അതേസമയം MSCയുടെ വാഴ്ത്തുപാട്ടുകാരനായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ സാർ, അങ്ങ് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ മിണ്ടാതിരുന്നല്ലോ. അങ്ങ് ഏത് കേസ് ആർക്കു വേണ്ടി വാദിക്കുന്ന വക്കീലാണെന്നുള്ളൊരു അവ്യക്തത കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പറയട്ടെ സാർ, അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറയേണ്ടതെല്ലാം പറഞ്ഞു. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങേക്കിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ നന്ദുവിൻ്റെ 1-2 കാര്യത്തിൽ പരാമർശം വേണം. ശ്രീ വേണു, അദ്ദേഹം ഈ പ്രശ്നത്തെ പൈങ്കിളിവൽക്കരിക്കാൻ പരിശ്രമിച്ചു എന്നൊരു ചെറിയ കുറ്റപ്പെടുത്തൽ എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്രീ നന്ദുവുമായി ബന്ധപ്പെട്ടുണ്ട്.
കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞത് വേഗം പൂർത്തിയാക്കണം. ശ്രീ ഗോപൻ, എല്ലാവർക്കും സമയം കൊടുക്കാം. വാസവൻ വിശേഷിപ്പിച്ചു. അല്ല, പെട്ടെന്ന് പറയാം. ഒരു സ്വാഗത പ്രസംഗത്തിൽ, ഇതിന്റെ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത പ്രസംഗത്തിൽ പാർട്ണറാണെന്ന് പറഞ്ഞത് പാർട്ണർ അല്ലേ അദ്ദേഹം? 47,000 കോടി രൂപയുമായി ഗുജറാത്തിൽ നിന്ന് മോദിയോടൊപ്പം ഫ്ലൈറ്റ് കയറിയ അദാനിക്ക് 12 ലക്ഷം കോടി ഉണ്ട് നന്ദു. ഇന്ന് 7 തുറമുഖങ്ങൾ നിങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് തന്നെ കൊടുത്തു. തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ കൊടുത്തു. കൽക്കരി ഖനികൾ കൊടുത്തു. 150 തീവണ്ടി വിറ്റു. ഞങ്ങൾക്ക് ബിസിനസ് നടത്തലല്ല ജോലി എന്ന് BJP പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ മുതലാളിയായിട്ട് അദാനിയെ കൊണ്ടുവരാൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഉള്ളതുകൊണ്ട് അദാനി വിമർശനം നിങ്ങൾക്ക് സൂചിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 2015 ഉമ്മൻചാണ്ടി സാർ ഒപ്പിട്ട കരാറ് പിൻവലിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ആ കരാറ് പിൻവലിക്കാൻ പോയാൽ അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോവുകയും കുളച്ചൽ തുറമുഖം അദാനി എടുത്ത് വികസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് അത് എതിരായിട്ട് മാറും. അതുകൊണ്ടാണ് 2015 ആ കരാറ് ഞങ്ങൾ തുടർന്നത്. ഇനി സപ്ലിമെൻ്ററി കരാറ് ഏലിയ സാറ് പറഞ്ഞതല്ല ഇവിടെ. കരാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ ടാർഗറ്റ്, ഞങ്ങൾ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി, ഞങ്ങൾ എന്ത് ഇടപെട്ടെന്നാണല്ലോ, ഇടപെടലിൻ്റെ ഭാഗമായി നിർമ്മാണം 17 വർഷം മുമ്പത്തേക്ക് മാറ്റുകയും 17 വർഷം 2040 എന്നുള്ളത് 2028 ഏതാണ്ട് പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനമാണ് അവിടെ നടന്നതെന്നുകൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ശരി, മുൻകൂർ അനുമതി വേണ്ട എന്നാണ് ശ്രീ എലിയാസ് ജോണിന്റെ വാദത്തിന്റെ ആധാരശില. അതിനുള്ള മറുപടി ശ്രീ ഗോപൻ, മുൻകൂർ അനുമതി വേണ്ട. ഏതാണ് അല്ല, മുൻകൂർ അനുമതി വേണ്ട കരാറിൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അങ്ങനെ വന്നില്ലെങ്കിൽ ക്യാൻസൽ ആയി പോകുമെന്ന്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മേജർ ഷെയർ ഉള്ള ഇതിനകത്ത് 25% കൂടുതൽ ഓഹരി കൈമാറ്റം ചെയ്താൽ അത് ഓണർഷിപ്പ് ചേഞ്ച് ആവുമെന്നും അത് മെയിൻ ഓണറായിട്ടുള്ള ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യാതെ ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഇനി അദ്ദേഹം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ. സെൻട്രൽ ഗവൺമെന്റ് അദാനിക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കുമോ? ലോകം കാക്ക മലന്ന് പറക്കുമോ സാർ? സെൻട്രൽ ഗവൺമെന്റ് അദാനിക്ക് കൊടുക്കാതിരിക്കും. ശരി, സമയം കഴിഞ്ഞു. ശ്രീ നന്ദു വേഗം 1 മിനിറ്റിൽ മറുപടി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ശ്രീ റോണിയിലേക്ക് കൂടെ പോകണം. എല്ലാവരും സഹകരിക്കണം. ശരി, ശ്രീ ഗോപൻ. മയക്കുമരുന്ന് കേസ് സാധാരണ കേസ് പോലല്ല, അത് ഗൗരവമുള്ള കേസാണ്. പിന്നെ ശ്രീ വേണു ഉന്നയിച്ചതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും താങ്കൾക്ക് 3 അവസരം കിട്ടി, എനിക്ക് 2ാമത്തെ അവസരമാണ് കിട്ടുന്നത്. അതൊരു മര്യാദ. ശ്രീ ഗോപൻ, ശരി. ശ്രീ നന്ദു വേഗം. എല്ലാവരും സഹകരിക്കണം. എനിക്ക് വളരെ ശക്തമായ പ്രതിഷേധം ബിഗ് ടിവിയുടെ ഈ ഡിബേറ്റിൽ BJPയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ CPMന്റെ പ്രതിനിധിക്ക് 3 അവസരവും കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് 2 അവസരവും കൊടുത്ത സമയത്ത് താങ്കൾ ഞങ്ങളെ ഈ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം പറയേണ്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രണ്ടുപേരും ഈ CPM നല്ല അവസരത്തെ താങ്കൾ അതിൽ BJPയെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടെടുത്തു എന്നുള്ള പ്രതിഷേധം ഞാൻ താങ്കളെ ആദ്യം തന്നെ അറിയിക്കുകയാണ്. 2, PK ഗോപൻ എന്ന് പറയുന്ന താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ പിണറായി വിജയനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സളക്കേണ്ട കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി എനിക്ക് അതിനകത്തുണ്ട്. ഇനി ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നരേന്ദ്രമോദിയെ കോട്ട് ചെയ്തുകൊണ്ട് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് നിങ്ങൾ തുടങ്ങിയിട്ടുള്ള എക്സാലോജിക് കമ്പനിയിൽ നിന്ന് CPMന്റെ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയന്റെ മകൾ വീണ തുടങ്ങിയിട്ടുള്ള എക്സാലോജിക് കമ്പനി CMRലുമായി നടത്തിയിട്ടുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ച് പറയാൻ എന്തേ ഗോപന്റെ നാവ് പൊന്തുന്നില്ല? അപ്പൊ ഗോപ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു നിലപാട് നടന്നു. അതിൽ മുൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സഖാവ് പിണറായി അതുപോലെ തന്നെ അതേ നിലയ്ക്ക് ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഡീൽ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശരി. ബിഗ് ഡയലോഗ് അവസാനിക്കുന്നു. ഇനി ഉടൻ കാണാം ബിഗ് എഡിറ്റോറിയൽ.